യുഎഇയിൽ റെസിഡൻസി വിസയുടെ കാലാവധി കഴിഞ്ഞാലും വിസ ക്യാൻസൽ ചെയ്താലും 3 മുതൽ 6 മാസം വരെ യുഎഇയിൽ തുടരാൻ 7 വിഭാഗം വിസക്കാർക്ക് അനുവാദമുണ്ട്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അറിയാത്തവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് വിസ കാലാവധി കഴിഞ്ഞ് 6 മാസത്തേക്ക് രാജ്യത്ത് താമസിക്കാൻ അനുവാദമുള്ളത് 5 വിഭാഗങ്ങൾക്കാണ്. അവരിവരൊക്കെയാണ്: ഗോൾഡൻ റെസിഡൻസി ഉടമകളും അവരുടെ കുടുംബാംഗങ്ങളും, ഗ്രീൻ റെസിഡൻസി ഉടമകളും അവരുടെ കുടുംബാംഗങ്ങളും, രാജ്യത്ത് താമസിക്കുന്ന ഒരു വിദേശിയുടെ വിധവയോ വിവാഹമോചിതയോ ആയ വ്യക്തി, രാജ്യത്തെ സർവകലാശാലകളും കോളേജുകളും സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, 1ഉം 2ഉം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലുകളുള്ള രാജ്യത്തെ താമസക്കാർ എന്നിവർ. വിസ കാലാവധി കഴിഞ്ഞ് 3 മാസത്തേക്ക് തുടരാൻ 2 വിഭാഗത്തിലുള്ളവർക്കാണ് അനുവാദമുള്ളത്. ഒന്ന്, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ വർഗീകരണത്തിൽ 3ാം തരത്തിലുള്ള വൈദഗ്ധ്യമുള്ള ജോലികളുള്ള രാജ്യത്തെ താമസക്കാർ. 2, പ്രോപ്പർട്ടി ഉടമസ്ഥതയിൽ റെസിഡൻസ് വിസ ഉള്ള പ്രോപ്പർട്ടി ഉടമകൾ എന്നിവരാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, പഠനത്തിനോ ജോലിക്കോ ചികിത്സയ്ക്കോ വേണ്ടി രാജ്യത്തിന് പുറത്ത് 6 മാസത്തിലധികം താമസിച്ചതിന്റെ ഫലമായി താമസ വിസ എക്സ്പയർ ആയ യുഎഇ നിവാസികൾക്ക് യുഎഇയിൽ പ്രവേശിക്കാനുള്ള പെർമിറ്റിന് നിബന്ധനകളോടെ അപേക്ഷിക്കാനും അവസരമുണ്ടെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി രാജ്യത്ത് പുറത്തുനിന്ന് അപേക്ഷ സമർപ്പിക്കണമെന്നതാണ് വ്യവസ്ഥകളിൽ ഒന്ന്. 180 ദിവസം രാജ്യത്തിന് പുറത്ത് താമസിച്ചതിന്റെ ശേഷമായിരിക്കണം അപേക്ഷ നൽകേണ്ടത്. എന്തുകൊണ്ട് കാലതാമസമുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന രേഖ, രാജ്യത്തിന് പുറത്ത് ചെലവഴിക്കുന്ന ഓരോ 30 ദിവസത്തിനും 100 ദിർഹം വീതം പിഴയടക്കണം എന്നിവയാണ് ഇതിനുള്ള മറ്റ് നിബന്ധനകൾ.